സംസ്ഥാനത്തെ കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടെ നടപ്പിലാക്കിയ എളവള്ളി ഗ്രാമപഞ്ചായത്തിലെ വെജിറ്റബിൾ കിയോസ്കിന്റെ പ്രവർത്തനം നിലച്ചു. കഴിഞ്ഞ വർഷം ആരംഭിച്ച ജില്ലയിലെ രണ്ടാമത്തെ സ്ഥാപനമാണ് പ്രവർത്തിക്കാതെ പൂട്ടിയിട്ടിരിക്കുന്നത്. 2 ലക്ഷം രൂപയാണ് കിയോസ്കിന്റെ പ്രവർത്തനങ്ങൾക്കായി കുടുംബശ്രീ മിഷൻ അനുവദിച്ചിരുന്നത്. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കായി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം നിർമ്മിച്ച 3 ഷട്ടറുകളോടുകൂടിയ കെട്ടിടത്തിലാണ് കിയോസ്ക് പ്രവർത്തനം ആരംഭിച്ചിരുന്നത്. മുല്ലശ്ശേരി ബ്ലോക്കിൽ അനുവദിച്ച ഏക വെജിറ്റബിൾ കിയോസ്ക് ആയതിനാൽ കെട്ടിട വാടക പരിപൂർണമായും സൗജന്യമാക്കുന്നതിനെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി യോഗം തീരുമാനിച്ചിരുന്നു. നാടൻ പച്ചക്കറികൾ, നാടൻ കോഴിമുട്ടകൾ, തൈര്, നെയ്യ്, ഉരുക്ക് വെളിച്ചെണ്ണ, അച്ചാറുകൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ എന്നിവയാണ് വെജിറ്റബിൾ കിയോസ്കിൽ വിൽപ്പന നടത്തി വന്നിരുന്നത്. എന്നാൽ 2 മാസക്കാലമായി സ്ഥിരമായി വെജിറ്റബിൾ കിയോസ്ക് പൂട്ടിക്കിടക്കുകയാണ്. പഞ്ചായത്ത് ഭരണസമിതിയുടെയും കുടുംബശ്രീ CDSന്റെയും അനാസ്ഥയാണ് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട കിയോസ്കിന്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമായതെന്ന് നാട്ടുകാർ പറയുന്നു. അടിയന്തരമായി വെജിറ്റബിൾ കിയോസ്കിന്റെ പ്രവർത്തനം പുനരാരംഭിക്കണമെന്നും അല്ലാത്തപക്ഷം കെട്ടിടം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന് തിരിച്ചേൽപ്പിക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയുമായ ജിയോ ഫോക്സ് ആവശ്യപ്പെട്ടു. കുടുംബശ്രീ മിഷന്റെ സഹകരണത്തോടു കൂടി കഴിഞ്ഞ വർഷം തൃശൂർ ജില്ലയിലെ രണ്ടാമത്തെ വെജിറ്റബിൾ കിയോസ്കായി അനുവദിച്ചതാണ് എളവള്ളിയിലെ വെജിറ്റബിൾ കിയോസ്ക്. ചിറ്റാടുകര പോൾ മാസ്റ്റർ പടിയിൽ സ്ഥാപിച്ച ഈ കിയോസ്ക് മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിർമ്മിക്കപ്പെട്ടിട്ടുള്ള 3 ഷട്ടറോട് കൂടിയിട്ടുള്ള കെട്ടിടം സൗജന്യമായി നൽകിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിച്ചത്. ഇവിടെ നാടൻ പച്ചക്കറികൾ ഉൾപ്പെടെ നെയ്യ്, വെണ്ണ, അതുപോലെ തന്നെ പാലുൽപ്പന്നങ്ങൾ, കോഴിമുട്ട, നാടൻ കിഴങ്ങുവർഗ്ഗങ്ങൾ ഉൾപ്പെടെ നിരവധി കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ, അച്ചാറുകൾ ഉൾപ്പെടെ വിൽപ്പന നടത്തി വന്നിരുന്ന ജില്ലയിലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനം ഇന്ന് ഈ പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെയും കുടുംബശ്രീ CDSന്റെയും അനാസ്ഥയുടെ ഭാഗമായി 2 മാസക്കാലമായി പൂട്ടിക്കിടക്കുകയാണ്.